അമേരിക്ക ഇറാനിൽ ആക്രമണം ആരംഭിച്ചു എന്നാണ് പുതിയ ന്യൂസ്. ഒരു സമൂഹം ഒന്നിച്ച് ഒരു ശക്തിയെ, ഒരു ശാക്തിക സമൂഹം ഒന്നിച്ച് ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ആ രാജ്യം തകരുക എന്നത് സ്വാഭാവിക. ആ രാജ്യം തകരൽ സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ ഇറാന്റെ തകർച്ച നോക്കി നിൽക്കുന്ന അറബ് സമൂഹത്തിന് വലിയ ദുരന്തം നിങ്ങൾ എഴുതി വെച്ചോളി, നിങ്ങൾ എഴുതിക്കൊള്ളി. ഇറാന്റെ തകർച്ചയല്ല പ്രശ്നം. ഇറാൻ തകരുന്നതോടുകൂടെ അറബ് ലോകത്ത് ഇസ്ലാം എന്ന സാധനം ഉണ്ടാവില്ല. ഇത് റഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നു. ഇന്നെന്താ ഡേറ്റ്? 2025 ജൂൺ 22 രാവിലെ 8 മണിക്ക് റഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നു. ആദ്യം അറബ് സമൂഹത്തിലെ ഇസ്ലാം എടുത്തു. ഇറാൻ നശിക്കുന്നതോടുകൂടെ അറബ് രാജ്യത്തെ ഇസ്ലാം നഷ്ടപ്പെട്ടു. നിലവിൽ തന്നെ ഉന്നതമായ അറബ് സമൂഹങ്ങളിൽ സൗദിയിൽ മാത്രം 17% നിരീശ്വരവാദികളാണ്. അറബ് നിരീശ്വരവാദികൾ 17% നിരീശ്വരവാദികളാണ് സൗദി അറേബ്യയിൽ നിലവിലെ കണക്കാണ്. നിലവിൽ ഏതൊരു ഹജ്ജാണോ അള്ളാഹുവിനെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ചൊല്ലാനാണോ നീ ഒരു നാട്ടിൽ പോകുന്നത്, ആ നാട്ടിൽ നിലവിൽ 17% നിരീശ്വരവാദികൾ. അവിടെയാണല്ലോ സത്യത്തിൽ എല്ലാത്തിന്റെയും അച്ചുതണ്ട് എന്ന് പറയുന്നത്. അവിടെ നിലവിൽ 17%. അറബ് സമൂഹത്തിൽ നിന്ന് ഇസ്ലാം എടുത്തു പോകലാണ് ഇനി അടുത്ത് നടക്കാനുള്ളത്. അതിന് ഏറ്റവും വലിയ വാതിൽ ഇറാൻ തകരലായിരിക്കും. അത് പറയാൻ നിങ്ങൾ ആരാണ്? എൻ്റെ പേര് റഹ്മത്തുള്ള. നിങ്ങൾക്ക് എന്നെ അറിയാലോ, 25 കൊല്ലമായിട്ട് ഞാൻ വലിയ ഔലിയ പാപ്പ പക്ഷെ പറഞ്ഞാണ് റബ്ബിന്റെ സഹായത്താൽ ഇത് നടന്നിരിക്കും. ഇറാന്റെ നിലവിലുള്ള തകർച്ചയെ തടഞ്ഞു നിർത്തിയാലോ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു, അല്പം കൂടി മുന്നോട്ട് വന്നു. ഇറാൻ തകരുന്നത് സൗദി അടക്കമുള്ള രാജ്യങ്ങളെ ഇസ്ലാമിനെ നഷ്ടപ്പെടുത്തും. ഇസ്ലാമ ശേഷം പിന്നെ ആ രാജ്യത്തുണ്ടാവും. വൻ കുതിരശക്തിയിൽ നിരീശ്വരവാദത്തിലേക്ക് കുതിക്കലായിരിക്കും പിന്നെ അറബ് യുവാക്കളിൽ നിന്ന് ഉണ്ടാവുക. ഭരണാധികാരികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എത്തിച്ചൊല്ലി. അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ തകർച്ചയായി ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ട്? ആ തകർച്ച എന്നതൊരു പ്രശ്നമല്ല, ഇത് ഇല്ലായ്മയായിരുന്നല്ലോ. 1937 ആദ്യമായി സൗദിയിൽ എണ്ണ കണ്ടെടുക്കുന്നത്. 1937. അതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഇറാഖിലും ഇറാനിലുമായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ എണ്ണശേഖരം വരുന്നത് യുഫ്രട്ടീസ് തടത്തിൽ വരുന്നത് മസ്ജിദ് സുലൈമാനി നഗരത്തിലാണ്, ഇറാനിൽ 1902. കിർക്കുക്കിൽ 1927 ഇറാഖിൽ. അതിനുശേഷമാണ് ഈ കാണുന്ന പുരോഗതി എല്ലാം ഭൗതികമായി ഉണ്ടായത്. അപ്പൊ അതിന് മുമ്പ് അതൊന്നും ഇല്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ മണ്ടശിരോമണികളെ കൂട്ടത്തിൽ കൂടെ. മണ്ടശിരോമണികൾക്ക് പല അടയാളം കൊണ്ടും അവർ തലയെ കിട്ടും, അവർ തൊപ്പിടും ഒക്കെ ചെയ്യും. പക്ഷെ മണ്ടശിരോമണിയായിരിക്കും. കാൽപാളയത്തിന്റെ ഓരോ കല്ലും എടുത്തിട്ട് കടലിലെറിയും എന്നില്ലേ? ഹദീസില്ലേ? ഉണ്ടോ അല്ലേ? അതെങ്ങനെ സംഭവിക്കാം? ഒന്ന് പറയാം, അങ്ങനെ സംഭവിക്കാം. നിങ്ങളിപ്പോ പോയിട്ട് കാൽപാളയത്തിന്റെ കല്ല് പോയിട്ട് അതിന്റെ കീസറിയെ തൊട്ടാണ് നിങ്ങൾ രോമം ബാക്കിയുള്ളത്. മണ്ടശിരോമണികളെ, 2 കുള്ളന്മാര് വരും, എന്ത് ചെയ്യും? കല്ല് ഹജറം ബി ഹജരീൻ, ഓരോ കല്ലും എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും? അവര് കടലിലെറിയും. എറിയടോ. ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്തുമത വിശ്വാസികൾ ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. 100% ക്രിസ്തീയ മതവിശ്വാസികൾ. അങ്ങനെ പഴയകാല നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കിന് ചർച്ചുകൾ വലിയ ആവേശത്തോടെ ആരാധനാ തൽപരരായ പഴയകാല നല്ല ക്രിസ്തുമത വിശ്വാസികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരിൽ ആരാധന കൊണ്ട് ആ ചർച്ചുകളെ അവർ സജീവമാക്കിയിട്ടുണ്ട്. ആ ചർച്ചുകളിൽ ആയിരക്കണക്കായ ചർച്ചുകൾ ഇന്ന് ക്ലബ്ബുകളാണ്. ബാറായ ചർച്ചുകളുണ്ട്, ബാറുണ്ട്. ഞാനിത് ആരെയും ഹത്യ ചെയ്യാൻ വേണ്ടി പറയുന്ന വാക്കല്ല. എതിര് പറഞ്ഞാൽ ആയിരക്കണക്കിന് തെളിവ് പറയും. 1 തെളിവും 2 തെളിവല്ല, പഠിച്ചിരിക്കാൻ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു വിഭാഗ ക്രിസ്ത്യാനികൾ. അവരെ ഞാനൊരു കുറ്റം പറയില്ല. ഇത് ക്രിസ്ത്യാനികളെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞ വാക്കുമല്ല. അതേസമയത്ത് ഇപ്പോൾ ആ ബാറുകളായി. എന്തുകൊണ്ട്? അവരിൽ 90, 92, 96, 98% നിരീശ്വരവാദികൾ, ക്രൈസ്തവ പേരുകളുള്ള നിരീശ്വരവാദികൾ. ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ 98% നിരീശ്വരവാദികൾ. എന്താ കാരണം?
AD 18, 19 നൂറ്റാണ്ടുകളിൽ എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ നിരീശ്വരവാദത്തെ തിരികെ കയറ്റി. പുതിയ ബോധോദയം, അതാണ് എൻലൈറ്റ്മെന്റ്. മനസ്സിലായോ പറഞ്ഞത്? എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ 18, 19 നൂറ്റാണ്ടുകളിൽ, ഏകദേശം 16, 17 നൂറ്റാണ്ടുകൾ എന്നാൽ യൂറോപ്പിന്റെ റനൈസൻസ്, നവോത്ഥാന കാലഘട്ടം. പിന്നീട് 18, 19 നൂറ്റാണ്ടുകൾ യൂറോപ്പിന്റെ എൻലൈറ്റ്മെന്റ്, പുതിയ ബോധോദയം. എന്താണ് ഈ ബോധോദയം? ഏത്തിസം, നിരീശ്വരവാദം. എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ നിരീശ്വരവാദം യൂറോപ്പിൽ കുടികൊണ്ടപ്പോഴാണ് അവർക്ക് ചോരക്കുരുതി, ഒരു മടിയും ഇല്ലാതായത്. അതാണ് ഏജ് ഓഫ് വാർസ് വന്നത് 20-ാം നൂറ്റാണ്ടിൽ. യുദ്ധങ്ങളുടെ നൂറ്റാണ്ടാണ് 20-ാം നൂറ്റാണ്ട്. 19-ാം നൂറ്റാണ്ട് വരെ എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ യൂറോപ്പിൽ വന്ന നിരീശ്വരവാദത്തിന്റെ മറ്റൊരു പരിണിത ഫലമാണ് ഏജ് ഓഫ് വാർസ് ആയിട്ട് എന്ത് വരുന്നത്, 20th സെഞ്ചുറി വരുന്നത്. ഇതൊക്കെ ഇല്ലാതാകാൻ നിമിഷങ്ങൾ മതി. ഇതിൽ അന്താരാഷ്ട്ര സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ചില അജണ്ടകൾ ഇതിലുണ്ട്. അവർ മനസ്സിലായില്ലേ, പണ്ട് അവർ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ മാനത്ത് കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നില്ല, അവർ മാനത്താണ് കാണുന്നത്. മനസ്സിലാവേണ്ട പറഞ്ഞത്. ഞാൻ ഭയപ്പെടുന്നത് ഇറാൻ തകർന്നു പോയാൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാം നഷ്ടപ്പെട്ടു. അതെങ്ങനെ, അതിന്റെ റൂട്ടൊന്നും പറഞ്ഞുതരാൻ എനിക്ക് പറ്റൂല. പക്ഷെ അത് സത്യമാണ്. കുതിരശക്തിയിലായിരിക്കും നിരീശ്വരവാദം അറബ് സമൂഹത്തെ ആക്രമിക്കും. അതുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കേണ്ടത് അറബ് സമൂഹത്തിന്റെ ബാധ്യതയാണ്. അവർ ഷിയയാണ്, അവർ മറ്റതാണ് എന്നൊന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ ചിന്തിക്കണം. എനിക്ക് ഇറാനോട് ഒരു പ്രത്യേക സിമ്പതി ഉണ്ടായതുകൊണ്ട് പറയാൻ ആരും പറയുന്നത്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. അതൊന്നും എന്നെ സംബന്ധിച്ചുള്ള വിഷയം അല്ല. ഞാൻ ഷിയയല്ല. എനിക്ക് ഇറാനോട് പ്രത്യേക സിമ്പതി ഞാൻ ഉണ്ട് താനും. അവരൊക്കെ മനുഷ്യന്മാരല്ലേ, അവരൊക്കെ മുസ്ലിമീങ്ങളാന്ന് മാത്രമല്ല, അവർക്ക് ആരാണ്, അവരൊക്കെ മനുഷ്യരല്ലേ. എങ്ങോ മർദ്ദനു ചെങ്ങല കൈകളിൽ അങ്ങനെ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതൻ്റെ പുറത്താകുന്നു എന്ന് പറഞ്ഞത് യശസ്വീരനായ NV. NVയിൽ നിന്ന് ഈ കവിത ഞാൻ പഠിക്കുന്നത്. NV എഴുതിയ ആ ആഴ്ച തന്നെ 1989, 89. NVയുടെ 4 വരി കവിത, പക്ഷെ ജീവനുള്ള കവിതയാണ്. എവിടെയും ഒരു സമൂഹം നശിക്കാനോ വേദനിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പഠിച്ചോനെ തൊട്ടൊക്കെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ ഇതിന്റെ ഒരു അനന്തരഫലമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇതിന്റെ ദുരന്തഫലം അറബ് ലോകത്ത് ഇസ്ലാം നഷ്ടപ്പെട്ടു, അശേഷം നഷ്ടപ്പെട്ടു. അങ്ങനെ വന്നാൽ പിന്നെ കഅബാലയം അവർക്ക് എന്താണ്, അവിടെയും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കിയത്, അവിടെയും കൂടെ ഒരു 5 നക്ഷത്ര ഹോട്ടൽ ഉണ്ടാക്കിയാൽ, അതിന്റെ പേരിൽ ഒരു വലിയ സർക്കിൾ അവിടെ വെറുതെ ഇട്ടിട്ടുണ്ടല്ലോ. അതൊരു നഗരത്തിന്റെ ഹൃദയവുമല്ലേ. കൊള്ളലും കൊടുക്കലും ലാഭവും നഷ്ടവുമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഖ്യധാര. അതിനാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന യൂറോപ്യൻ സമൂഹത്തെ അങ്ങനെ തന്നെ വയറ്റിൽ കയറ്റിയിട്ടുണ്ട് ഇതിനകം ആര്, അറബ് സമൂഹം. പുണ്യ റസൂലിന്റെ വീട് കണ്ടാൽ ജനങ്ങൾ എന്ത് പറയും? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് പറയാതിരിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് ചെയ്തത്, പൊളിച്ചങ്ങോട്ട്. ലോക ചരിത്രത്തിൽ ഒരു പുണ്യപുരുഷന്റെ വീട് പൊളിച്ചു കളഞ്ഞ ഒരു രാജ്യം ലോകത്തിൽ, ലോകത്തൊരു രാജ്യം അങ്ങനെയില്ല. മുസ്ലിങ്ങൾ ഒഴികെ. മുസ്ലിങ്ങളുടെ പുണ്യപൂമാനായ റഹ്മത്തുൽ ലിൽ ആലമീൻ പ്രസവിക്കപ്പെട്ട 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ നിലനിർത്തിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ അവർ പൊളിച്ചു. അതിനുശേഷം തുർക്കികൾ വീണ്ടും തിരിച്ചു പണിതു. 20-ാം നൂറ്റാണ്ടിൽ അധികാരം ലഭിച്ചപ്പോൾ അവരാദ്യം പൊളിച്ചത് പുണ്യ റസൂലിന്റെ വീടാണ്. 82 സൂറത്തിറങ്ങിയ ഖദീജ ബീവി രണ്ടാമത്തെ വീണ്ടും പൊളിച്ചു. അത് കക്കൂസാക്കുകയും ചെയ്തു. 82 സൂറത്തിറങ്ങിയ പരിശുദ്ധ ഖുർആനിലെ 82 സൂറത്തിറങ്ങിയ ഖദീജ ബീവിയും പുണ്യ റസൂലും താമസിച്ചിരുന്ന വീട് വീണ്ടും അവർ പൊളിച്ചു. അപ്പൊ അങ്ങനത്തെ ടെൻഡൻസി പൊതുവെ അവരെ ഉള്ളിൽ ഉണ്ട്. ഇനി കഅബ പൊളിക്കാൻ ദൂരമൊന്നുമില്ല. അതിന് ഇറാന്റെ തകർച്ച ഒരു കാരണമാവും. കുതിരശക്തിയിലൂടെ നിരീശ്വരമാണ്. നിങ്ങൾ എഴുതി വെച്ചോളി. ഇത് പറയാൻ നീ അറിയാം, എന്റെ പേരാണ് റഹ്മത്തുള്ള.